എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. Kerafed അസിസ്റ്റന്റ് എക്സാമിനെ മുൻനിർത്തി സിലബസിലെ കോർപ്പറേഷനുമായി റിലേറ്റ് ചെയ്ത് മൊഡ്യൂൾ 1 ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷനുമായി റിലേറ്റ് ചെയ്ത് 25ഓളം സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡാഷ് ബിലീവ്സ് ഇൻ ദ തിയറി ഓഫ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അർഹതയുള്ളവൻ അതിജീവിക്കും എന്ന് പറയുന്ന തിയറി ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്യാപിറ്റലിസം, ഓപ്ഷൻ ബി സോഷ്യലിസം, ഓപ്ഷൻ സി കമ്മ്യൂണിസം, ഓപ്ഷൻ ഡി കോർപ്പറേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ക്യാപിറ്റലിസം ആണ്. ക്യാപിറ്റലിസം അഥവാ മുതലാളിത്ത വ്യവസ്ഥയിൽ ക്യാപിറ്റൽ അഥവാ മൂലധനം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ഈ പറയുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കൈകളിലായിരിക്കും. ക്യാപിറ്റലിസം ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം. എക്കണോമിക് സിസ്റ്റംസ് എല്ലാം നോക്കുമ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് ഈ പറയുന്ന ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇൻ ക്യാപിറ്റലിസം entire means of production and distribution of goods and services vested in the hands of private individuals with the minimum of government interference. ഗവൺമെൻറ്റിൻ്റെ ചുരുക്കം ഇൻ്റർഫിയറൻസോട് കൂടി തന്നെ ഒട്ടുമിക്ക ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കൈകളിലാണെങ്കിൽ ആ സിസ്റ്റത്തെ നമുക്ക് ക്യാപിറ്റലിസം എന്ന് വിളിക്കാം. ഇനി ആദം സ്മിത്താണ് ഫോർഫാദർ. ക്യാപിറ്റലിസ്റ്റ് തിങ്കിങ്ങിൻ്റെ ഫോർഫാദർ എന്നറിയപ്പെടുന്നത് ആദം സ്മിത്താണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഓപ്ഷൻ ആയിരുന്നു സോഷ്യലിസം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസത്തിൽ നമ്മൾ കണ്ടു, അതായത് മുതലാളി തൊഴിലാളി വ്യവസ്ഥിതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് മറികടക്കുവാൻ വേണ്ടി വന്നതാണ് ഈ പറയുന്ന സോഷ്യലിസം എന്ന് പറയുന്നത്. ഇൻ സോഷ്യലിസ്റ്റ് സിസ്റ്റം ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. ഇവിടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ സ്റ്റേറ്റിൻ്റെ അധീനതയിലായിരിക്കും. ഇൻ അതർ വേർഡ്സ്, socialism is based on the theory that the state should own, operate and distributes all the productive resources of the community. ഒരു കമ്മ്യൂണിറ്റിയിലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ അതിനെ നമുക്ക് സോഷ്യലിസം എന്ന് വിളിക്കാം. ആരാണ് ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ കാൾ മാർക്സ് ആണ് സോഷ്യലിസത്തിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ അടുത്ത ഓപ്ഷൻ ആയിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ എക്സ്ട്രീം ഫോം എന്തോ അതിനെ നമുക്ക് കമ്മ്യൂണിസം എന്ന് വിളിക്കാം. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആയിരുന്നു കമ്മ്യൂണിസത്തിൽ. അതുപോലെ തന്നെ ഇറ്റ് ബിൽറ്റ് അപ്പോൺ ദ തിയറി ഓഫ് ഫോഴ്സ് ഓർ കമ്പൽഷൻ. ഫോഴ്സ് അല്ലെങ്കിൽ കമ്പൽഷൻ, ധാരാളമായി പണമുള്ള ആളുകളുടെ കയ്യിൽ നിന്നും കമ്പൽസറി അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി അത് പിടിച്ചെടുത്ത് ഇക്വാലിറ്റി നിലനിർത്തുക എന്നാണ് കമ്മ്യൂണിസത്തിൽ അവർ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ആരാണ് ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ കാൾ മാർക്സ് ആണ്. 1848 പബ്ലിഷ് ചെയ്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ആ ടേം അദ്ദേഹം കോയിൻ ചെയ്തത്. ഇനി അടുത്തത് കോർപ്പറേഷൻ ആണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വെയർ ഇൻ പേഴ്സൺസ് വോളണ്ടിയർലി അസോസിയേറ്റ് ടുഗെദർ ആസ് ഹ്യൂമൻ ബീയിങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽവ്സ്. ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു ചേർന്ന് അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് എല്ലാം ക്യാറ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ട് വോളണ്ടിയർലി ഫോം ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറയുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരാണ് ഫാദർ? കോർപ്പറേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോവിങ്. ഓപ്ഷൻ എ എക്കണോമിക്, ഓപ്ഷൻ ബി സോഷ്യൽ, ഓപ്ഷൻ സി മോറൽ, ഓപ്ഷൻ ഡി സർവീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സർവീസ് ആണ്. ബാക്കി എക്കണോമിക്, സോഷ്യൽ, മോറൽ ഈ പറയുന്ന മൂന്നും കോർപ്പറേഷൻ്റെ 3 ആസ്പെക്ട്സ് ആണ്. ആദ്യം വരുന്നത് എക്കണോമിക് ആസ്പെക്റ്റ് ആണ്. എക്കണോമിക് ആസ്പെക്ട് മീൻസ് ദാറ്റ് ദ പർപ്പസ് ഓഫ് ഡൂയിങ് സം ബിസിനസ് ബൈ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഈസ് ഫോർ ദ മെറ്റീരിയൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. തീർച്ചയായിട്ടും ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് സർവീസ് ഓറിയൻറ്റഡ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഒരു പരിധിവരെ അവരുടെ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽബീയിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. സോഷ്യൽ ആസ്പെക്ട്. Cooperation plays an important role in social welfare. It is a remedy for the present inequalities of wealth. The significant result of the cooperative movement is that it teaches the people to administer their own affairs. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പണപരമായ ഇന്നിക്വാളിറ്റീസ് എല്ലാം മാറ്റി എല്ലാവരെയും ഒന്ന് ഒത്തൊരുമയോടെ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ എല്ലാവരെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന സോഷ്യൽ ആസ്പെക്റ്റ് കൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് വരുന്നത് മോറൽ അല്ലെങ്കിൽ എത്തിക്കൽ ആസ്പെക്റ്റ് ആണ്. ദ സക്സസ്ഫുൾ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ സെൻസ് ഓഫ് ബ്രദർഹുഡ് ആൻഡ് കോമൺ ഫെലോഷിപ്പ് ആൻഡ് എലമെന്റ്സ് ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്. കോപ്പറേഷൻ റിട്ടേൺസ് മണി വാല്യൂ ഫോർ ഹോണസ്റ്റി ആൻഡ് അതർ വെർച്യൂസ്. ഹോണസ്റ്റി മേ ബി എ പോളിസി ഇൻ അതർ ഓർഗനൈസേഷൻസ്, but it is necessity in cooperation. The motto of cooperation is
ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഒരു കോർപ്പറേഷൻ്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും അതുപോലെ തന്നെ എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും നിലകൊള്ളുന്ന സ്ഥാപനമാണ് ഈ പറയുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന എംപതി അല്ലെങ്കിൽ സെൽഫ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഘടകമാണെങ്കിൽ പോലും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ഈ പറയുന്ന മോറൽ അല്ലെങ്കിൽ എത്തിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ ഓപ്ഷൻ എ ഡോക്ടർ DR ഗാഡ്ഗിൽ, ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ, ഓപ്ഷൻ സി റോക്ക്ഡെയിൽ പൈനിയേഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡോക്ടർ DR ഗാഡ്ഗിൽ അല്ലെങ്കിൽ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിലാണ്. അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തൊരു 5 ഇയർ പ്ലാൻ ആയിരുന്നു തേർഡ് 5 ഇയർ പ്ലാൻ. അതുകൊണ്ട് തന്നെ അത് അറിയപ്പെട്ടിരുന്നത് ഗാഡ്ഗിൽ യോജന എന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോവിങ്. എ ക്യാപിറ്റലിസം കാൾ മാർക്സ്, ബി സോഷ്യലിസം ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, സി കമ്മ്യൂണിസം ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ, ഡി കോർപ്പറേഷൻ പ്രോഫിറ്റ്. ഓപ്ഷൻ എ A4, B3, C1, D2. ഓപ്ഷൻ ബി A1, B3, C2, D4. ഓപ്ഷൻ സി A4, B2, C3, D1. ഓപ്ഷൻ ഡി A4, B1, C2, D3. ഇനി എങ്ങനെയാണ് ആൻസർ എന്ന് നോക്കാം. ക്യാപിറ്റലിസം പ്രോഫിറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യലിസം എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കാൾ മാർക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുപോലെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് A4, B3, C1, D2. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റോങ് പെയർ ഓർ പെയേഴ്സ് ഫ്രം ദ ഫോളോവിങ്. ഫസ്റ്റ് വൺ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. സെക്കൻഡ് വൺ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 2013. തേർഡ് വൺ കോപ്പറേറ്റീവ്സ് KCS ആക്ട് 1969. ഫോർത്ത് വൺ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനീസ് ആക്ട് 2013. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 2 only, ഓപ്ഷൻ സി 4 only, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. സെക്കൻഡ് വൺ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം വരുന്നതാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് KCS ആക്ട് 1969 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതാണ്. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒരു പ്രത്യേകമായി ഒരു ആക്റ്റാൽ അല്ലെങ്കിൽ ഒരു ആക്ടിൻ്റെ പ്രകാരം രൂപീകൃതമാകുന്നതല്ല. അതുകൊണ്ട് തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനീസ് ആക്ട് 2013 എന്ന പേരാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 4 only ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് ICA ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റഡ് ടു ജനീവ. ഏത് വർഷമാണ് ICAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1895, ഓപ്ഷൻ ബി 1982, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2018. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1982 The first meeting to think about an international body for cooperative sector was held at London in 1892. ലണ്ടനിൽ വെച്ച് നടത്തിയ മീറ്റിങ്ങിലാണ് ലോകത്തെമ്പാടുമുള്ള കോപ്പറേറ്റീവ് സെക്ടേഴ്സിനെ ഒന്ന് നിയന്ത്രിക്കുവാൻ വേണ്ടി ഒരു അപ്പെക്സ് ബോഡി വേണം എന്ന ഒരു തീരുമാനമെടുത്തത്. അപ്രകാരം 1895 19 ഓഗസ്റ്റ് 1895 ICA ഫോം ചെയ്തപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലണ്ടനിലായിരുന്നു. ശേഷം 1982 ലണ്ടനിൽ നിന്നും ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ലണ്ടനിൽ നിന്നും ജനീവയിലേക്ക് 1982 ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ശേഷം 2013 ജനീവയിൽ നിന്നും ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ബെൽജിയത്തിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ പ്രസൻറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസൽസ് ഇൻ ബെൽജിയവും, അതുപോലെ ICA ഫോം ചെയ്തപ്പോൾ 1895 ICA ഫോം ചെയ്തപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ലണ്ടനുമാണ് ആൻസർ വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ICA? ICAയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആൽബർട്ട് ഹെൻറി ജോർജ്, ഓപ്ഷൻ ബി ഹെൻറി വില്യം വോൾഫ്, ഓപ്ഷൻ സി വില്യം മാക്സ്വെൽ, ഓപ്ഷൻ ഡി ഈവോ ഗ്രീനിങ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ
ആൽബർട്ട് ഹെൻറി ജോർജ് ആണ്. ഫസ്റ്റ് പ്രസിഡന്റ് ആൽബർട്ട് ഹെൻറി ജോർജ്. ഐസിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആൽബർട്ട് ഹെൻറി ജോർജ്. ഇതിനു മുമ്പ് ഏൾ ഗ്രേ എന്നൊരു ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് UK ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പദവിയാണ് ഈ പറയുന്ന ഏൾ ഗ്രേ എന്ന് പറയുന്നത്. അങ്ങനെ 4ാമത്തെ ഏൾ ഗ്രേ ആയിരുന്നു ആൽബർട്ട് ഹെൻറി ജോർജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 2 പേരാണ് ഹെൻറി വില്യം വോൾഫും വില്യം മാക്സ്വെല്ലും. ഇനി ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഡെയിൻ പോളിൻ ഗ്രീൻ ആണ്. ഡെയിൻ പോളിൻ ഗ്രീൻ ആണ് ഐസിയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ്. ഇനി ഫസ്റ്റ് സെക്രട്ടറി ആണ് ഈവോ ഗ്രീനിങ് അല്ലെങ്കിൽ എഡ്വേർഡ് ഓവൻ ഗ്രീനിങ്. ഇനി ഫസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ ആരെന്ന് ചോദിച്ചാൽ രാംദാസ് പന്തലു. ആദ്യത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യ ആരെന്ന് ചോദിച്ചാൽ രാംദാസ് പന്തലു. ഇനി ഫസ്റ്റ് നോൺ യൂറോപ്യൻ പ്രസിഡന്റ് ഓഫ് ICA. ഐസിയുടെ ആദ്യത്തെ നോൺ യൂറോപ്യൻ പ്രസിഡന്റ് ആണ് റോബർട്ടോ റോഡ്രിഗോ. ആദ്യത്തെ നോൺ യൂറോപ്യൻ പ്രസിഡന്റ്. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഗോട്ട് മെമ്പർഷിപ്പ് ഇൻ ICA ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും ICAയിൽ മെമ്പർഷിപ്പ് കിട്ടിയ ആദ്യത്തെ സൊസൈറ്റി ഏതെന്ന് ചോദിച്ചാൽ ULCCS അല്ലെങ്കിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. 2019 ULCCSന് ICAയിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിൻസ് 2017 ഏരിയൽ ഗുവാർക്കോ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ICA ആൻഡ് ഹി ഈസ് ഫ്രം ഡാഷ്. ഓപ്ഷൻ A അർജന്റീന, ഓപ്ഷൻ B ഇന്ത്യ, ഓപ്ഷൻ C UK, ഓപ്ഷൻ C USA. ആൻസർ വരുന്നത് ഓപ്ഷൻ A അർജന്റീനയാണ്. 2017 മുതൽ ഏരിയൽ ഗുവാർക്കോ ആണ് ICAയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് അർജന്റീനയാണ്. ഓപ്ഷൻ A അർജന്റീന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോവിങ്. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ആൻഡ് ICA ബുള്ളറ്റിൻ ആർ ദ പബ്ലിക്കേഷൻസ് ഓഫ് ICA. സെക്കൻഡ് വൺ, ബ്രൂണോ റോളൻസ് ഈസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ICA സക്സീഡഡ് ബൈ ജെറോൺ ഡഗ്ലസ് who retired in February 2023. Third one, ICA is one of the only international organizations to survive both World War I and World War II. Fourth one, the World Cooperative Monitor WCM is a project designed to collect robust economic, organizational and social data about cooperatives worldwide. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 1 and 2 only, ഓപ്ഷൻ B 2 only, ഓപ്ഷൻ C 4 only, ഓപ്ഷൻ D 3 and 4 only. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ആൻഡ് ICA ബുള്ളറ്റിൻ ആർ ദ പബ്ലിക്കേഷൻസ് ഓഫ് ICA എന്നാണ്. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറിയും അതുപോലെ തന്നെ ICA ബുള്ളറ്റിനും ICAയുടെ പബ്ലിക്കേഷൻസ് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് വൺ വരുന്നത് ബ്രൂണോ റോളൻസ് ഈസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ICA സക്സീഡഡ് ബൈ ജെറോൺ ഡഗ്ലസ് ഹു റിട്ടയർഡ് ഇൻ ഫെബ്രുവരി 2023. ഫെബ്രുവരി 2023 ബ്രൂണോ റോളൻസ് റിട്ടയർ ആവുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് ജെറോൺ ഡഗ്ലസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നേരെ തിരിഞ്ഞുപോയി. വരേണ്ടിയിരുന്നത് ജെറോൺ ഡഗ്ലസ് ഈസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ICA സക്സീഡഡ് ബൈ ബ്രൂണോ റോളൻസ് ഹു റിട്ടയർഡ് ഇൻ ഫെബ്രുവരി 2023 എന്നായിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ICA ഈസ് വൺ ഓഫ് ദ only international organizations to survive both World War I and World War II. വേൾഡ് വാർ 1ഉം വേൾഡ് വാർ 2ഉം സർവൈവ് ചെയ്ത ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഒന്ന് തന്നെയാണ് ICA എന്ന് പറയുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ WCM ഈസ് എ പ്രോജക്റ്റ് ഡിസൈൻ ടു കളക്ട് റോബസ്റ്റ് എക്കണോമിക്, ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ഡേറ്റ അബൌട്ട് കോപ്പറേറ്റീവ്സ് വേൾഡ് വൈഡ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി നമുക്ക് ആൻസർ നോക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തത് മാത്രമാണ് ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B 2 ഒള്ളിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ B 2 ഒള്ളിയാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോവിങ്. A ICA റോപ്പ് 1990, B അമേരിക്കൻ ഓഫീസ് ചന്ദ്രപാൽ സിംഗ് യാദവ്, C യൂറോപ്പ് ഓഫീസ് നൈറോബി, D ആഫ്രിക്കൻ ഓഫീസ് ബ്രസൽസ്. ഓപ്ഷൻ A A2, B1, C4, D3. ഓപ്ഷൻ B A3, B1, C4, D2. ഓപ്ഷൻ C A2, B4, C1, D3. ഓപ്ഷൻ D A3, B2, C1, D4. നമുക്ക് നോക്കാം. ICA റോപ്പ് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് നിലവിലെ പ്രസിഡൻ്റാണ് ചന്ദ്രപാൽ സിംഗ് യാദവ്. അതുകൊണ്ട് തന്നെ ആദ്യത്തത്
ചന്ദ്രപാൽ സിംഗ് യാദവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ICAR ഓഫീസ് റിലേറ്റഡ് ടു ചന്ദ്രപാൽ സിംഗ് യാദവ്. അതുപോലെ അമേരിക്കൻ ഓഫീസ് 1990 ഫോം ചെയ്തിരിക്കുന്നത്. ഇനി യൂറോപ്പ് ഓഫീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസ്, ബെൽജിയത്തിലാണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ ഓഫീസ് വരുന്നത് നൈറോബി, കെനിയയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് A2, B1, C4, D3. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫൈനൽ വേർഷൻ ഓഫ് ദ ICA 2020-30 സ്ട്രാറ്റജിക് പ്ലാൻ ഈസ് നെയിംഡ് as. 193/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഓണ്ടർപ്രീനർഷിപ്പ് തിങ്ക് ടാങ്ക്. ഓപ്ഷൻ ബി ഗ്ലോബൽ പാത്ത് ടു കോപ്പറേറ്റീവ് ഓണ്ടർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ സി A people-centered path to a second cooperative decade. Option D, society to secure international relations. അതായത് ICAയുടെ 2020-2030 സ്ട്രാറ്റജിക് പ്ലാൻ ഈ പറയുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, എ പീപ്പിൾ സെൻറ്റേഡ് പാത്ത് ടു എ സെക്കൻഡ് കോപ്പറേറ്റീവ് ഡെക്കേഡ്. അതായത് രണ്ടാം സഹകരണ ദശകത്തിലേക്കുള്ള ഒരു ജനകേന്ദ്രീകൃത പാത എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോവിങ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഡെവലപ്ഡ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ 1844 വിച്ച് ഇൻക്ലൂഡ്സ് 7 പ്രിൻസിപ്പിൾസ്. സെക്കൻഡ് വൺ, ഇൻ 1934 ICA appointed a subcommittee to evaluate the principles of cooperation formed by Rockdale pioneers. Third one, ICA appointed a Carvey Commission in 1964 and Commission evaluated the present principles and the Commission submitted its report in 1967. Fourth one, Dr. Ian Macpherson submitted the report in 1994 and the same is approved by ICA General Assembly in Manchester in 23rd September 1995. Options നോക്കാം. First one, option A 1 and 3, option B 2 and 4, option C 4 only, option D 3 only. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഡെവലപ്ഡ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ 1844 വിച്ച് ഇൻക്ലൂഡ് 7 പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1844 പക്ഷേ 7 അല്ല, അവിടെ 8 പ്രിൻസിപ്പിൾസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ നോക്കാം. ഇൻ 1934 ICA appointed a subcommittee to evaluate the principles of cooperation formed by Rockdale pioneers. 1934 ICA ഒരു സബ് കമ്മിറ്റീനെ, അതായത് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഫോം ചെയ്ത പ്രിൻസിപ്പിൾസ് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. ICA appointed a Carvey Commission in 1964 and Commission evaluated the present principles and the Commission submitted its report in 1967. ICA കാർവി കമ്മീഷനെ 1964 അപ്പോയിൻറ്റ് ചെയ്യുകയും അവർ 1966 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. 67 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാലാമത്തേത് നോക്കാം. Dr. Ian Macpherson submitted the report in 1994 and the same is approved by ICA General Assembly in Manchester in 23rd September 1995. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 23 സെപ്റ്റംബർ 1995 ഇയാൻ മാക്പേഴ്സൺ സബ്മിറ്റ് ചെയ്ത് 1994 സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് ICA അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് രണ്ടാമത്തതും നാലാമത്തതുമാണ്. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ചിട്ട് 2ഉം 4ഉം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 and 4 ഒള്ളിയാണ്. 12ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് 1844 റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. 1844 റോക്ക്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ 8 പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നത്. ശേഷം സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ 1934 to 37 അതിൻ്റെ പീരീഡ് വന്നിരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റീഫോർമുലേഷൻ ആണ്. ICA അഡോപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫ്രം റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നും ICA ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫസ്റ്റ് റീഫോർമുലേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇൻ 1934
ICA appointed a subcommittee to evaluate the principles of cooperation formed by Rockdale Pioneers. 1934 ICA ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഫോം ചെയ്ത പ്രിൻസിപ്പിൾസ് ഒന്ന് റീഇവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുകയുണ്ടായി. ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് സബ് കമ്മിറ്റി ഇൻ 1934, ICA ഫസ്റ്റ്ലി അക്സെപ്റ്റഡ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ 1937. ഈ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ICA ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1937 അഡോപ്റ്റ് ചെയ്തു. അടുത്ത പോയിന്റ് നോക്കാം. തേർഡ് സ്റ്റേജ് വിയന്ന 1964 to 1966 വരെയായിരുന്നു സെക്കൻഡ് റീഫോർമുലേഷൻ ആണ്. 22nd ICA Congress decided to appoint a committee to reformulate cooperative principles. October 14, 1963 to October 17, 1963 held in Bournemouth, UK. യുകെയിലെ ബോൺമൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 22ാമത്തെ ICA കോൺഗ്രസ് കൂടുകയും അതായത് ഒക്ടോബർ 14, 1963 മുതൽ ഒക്ടോബർ 17, 1963 വരെ യുകെയിലെ ബോൺമൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു കോൺഗ്രസ് കൂടുകയും ശേഷം ആ കോൺഗ്രസ് പ്രകാരമാണ് ഇവർ തീരുമാനിക്കുകയാണ് വീണ്ടും ICAയുടെ പ്രിൻസിപ്പിൾസ് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ റീഇവാലുവേറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് ICA ഒരു കമ്മീഷനെ 1964 അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. ശേഷം ആ കമ്മീഷനിൽ 5 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്: UK, USA, USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ. UK, USA, USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ. ശേഷം അതിൻ്റെ ചെയർമാനായിരുന്ന വ്യക്തിയായിരുന്നു പ്രൊഫസർ DG കാർവേ. ഇന്ത്യക്കാരനായ DG കാർവേ ആയിരുന്നു ആ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന വ്യക്തി. ആ കമ്മീഷൻ അതുകൊണ്ട് തന്നെ അറിയപ്പെട്ടിരുന്നതാണ് കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന്. The commission evaluated the present principles and submitted its report in 1966. ആ കമ്മീഷൻ നിലവിലുണ്ടായിരുന്ന പ്രിൻസിപ്പിൾസ് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യുകയും ശേഷം റിപ്പോർട്ട് 1966 സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ 6 പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഇനി ഫോർത്ത് സ്റ്റേജ് 1995 ടോക്കിയോയിൽ വെച്ചായിരുന്നു തേർഡ് സ്റ്റേജ് ഓഫ് റീഫോർമുലേഷൻ ആണ്. A serious discussion was made on the erosion in the values of cooperation in ICA Tokyo Congress held in 1992. Therefore, Tokyo Congress recommended ICA to initiate steps to review the current ICA cooperative principles in 1966 and make possible changes to prevent the erosion in values of cooperation. അതായത് മാറി വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് ICAയുടെ പ്രിൻസിപ്പിൾസിലും ചേഞ്ചസ് വരണം എന്ന് മനസ്സിലാക്കുകയും അതായത് 1992 കൂടിയ ടോക്കിയോ കോൺഗ്രസ് പ്രകാരം മാറി വരുന്ന ചേഞ്ചസിനനുസരിച്ച് ICAയുടെ പ്രിൻസിപ്പിളിലും ചേഞ്ചസ് വരണമെന്ന് മനസ്സിലാക്കുകയും ശേഷം ICAനെ ഈ ടോക്കിയോ കോൺഗ്രസ് 1966 ഇപ്പോൾ നിലവിലുള്ള പ്രിൻസിപ്പിൾസ് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. Based on such recommendation, the Executive Committee of ICA direct Dr. Ian McPherson, Canada, to review the cooperative principles in 1994. ഈ റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് ICAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കനേഡിയനായ ഡോക്ടർ ഇയാൻ മാക്പേഴ്സനെ ഇപ്പോൾ നിലവിലുള്ള ICA പ്രിൻസിപ്പിൾസ് ഒന്നുകൂടി റിവ്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി. ശേഷം he submitted the report in 1994 and the same is approved by ICA General Assembly in Manchester 23rd September 1995. 1994 അദ്ദേഹത്തിനെ ഏർപ്പാടാക്കുകയും ശേഷം 1994 തന്നെ അദ്ദേഹം ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ശേഷം ICAയുടെ ജനറൽ അസംബ്ലി 23 സെപ്റ്റംബർ 1995 മാഞ്ചസ്റ്ററിൽ വെച്ച് കൂടിയ ലാസ്റ്റത്തെ അല്ലെങ്കിൽ 31ാമത്തെ ICA കോൺഗ്രസ് സെൻറ്റിനറി കോൺഗ്രസ് ആയിരുന്നു. അവിടെ വെച്ചിട്ട് ആ ജനറൽ അസംബ്ലി വെച്ചിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. 7 പ്രിൻസിപ്പിൾസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അവസാനം ആഡ് ചെയ്ത പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. 7 പ്രിൻസിപ്പിൾസ് ആണ് അവസാനം ആഡ് ചെയ്തത്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 7 പ്രിൻസിപ്പിൾസ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ICA ഹാവ് ഡാഷ് ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഓപ്ഷൻ A 4, ഓപ്ഷൻ B 5, ഓപ്ഷൻ C 6, ഓപ്ഷൻ D 8. ആൻസർ വരുന്നത് ഓപ്ഷൻ B 5 ആണ്. ICAക്ക് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളതെന്നാണ് ചോദിച്ചത്. 5 എണ്ണമാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, സ്പാനിഷ് എന്നിങ്ങനെ 5 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ICAക്ക് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ബേസ്ഡ് ഓൺ ICA. ICAനെ റിലേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ഓഡ് വൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് റിസർച്ച്. ഓപ്ഷൻ B ICA യൂത്ത് കമ്മിറ്റി. ഓപ്ഷൻ C ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം. ഓപ്ഷൻ D ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ D ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ ആണ്.
ബാക്കി വരുന്ന കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് റിസർച്ച്, ICA യൂത്ത് കമ്മിറ്റി, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ഇതെല്ലാം ICAയുടെ തീമാറ്റിക് കമ്മിറ്റീസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഈ പറയുന്ന ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ICFO എന്ന് പറയുന്നത് ICAയുടെ സെക്ടറൽ ഓർഗനൈസേഷനാണ്. ഇനി തീമാറ്റിക് കമ്മിറ്റീസ്, ICAയ്ക്ക് കീഴിൽ 5 തീമാറ്റിക് കമ്മിറ്റീസ് ആണുള്ളത്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് റിസർച്ച്, കോപ്പറേറ്റീവ് ലോ കമ്മിറ്റി, ജെൻഡർ ഇക്വാലിറ്റി കമ്മിറ്റി, ICA യൂത്ത് കമ്മിറ്റി, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം. ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ നോക്കിയതാണ്. സെക്ടറൽ ഓർഗനൈസേഷൻസ് നോക്കാം. ICAയ്ക്ക് കീഴിൽ 8 സെക്ടറൽ ഓർഗനൈസേഷൻസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻസ് ICAO 1951 ഫോം ചെയ്തു. ബ്രസൽസ്, ബെൽജിയമാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ ICFO 1976. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ, ആർട്ടിസണൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് സിക്കോപ്പ 1947. ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഇന്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ IHCO 1996. കൺസ്യൂമർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ് CCW. കോപ്പറേറ്റീവ് ഹൗസിംഗ് ഇന്റർനാഷണൽ CHI, ബ്രസൽസ്, ബെൽജിയം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിംഗ് അസോസിയേഷൻ ICBA 1922. ദെൻ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ആൻഡ് മ്യൂച്വൽ ഇൻഷുറൻസ് ഫെഡറേഷൻ ICMIF എന്നിങ്ങനെ 8 സെക്ടറൽ ഓർഗനൈസേഷനാണ് ICAയ്ക്ക് കീഴിൽ ഉള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ കോപ്പറേറ്റീവ്സ് ടു ലേൺ അബൌട്ട് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDGs. ഓപ്ഷൻ A Coops for 2030, ഓപ്ഷൻ B Coops for 2020, ഓപ്ഷൻ C Coops for 2050, ഓപ്ഷൻ D Coops for 2013. ആൻസർ വരുന്നത് ഓപ്ഷൻ A Coops for 2030 ആണ്. എന്താണ് Coops for 2030 എന്ന് നോക്കാം. Coops for 2030. It is a campaign for cooperatives to learn more about the United Nations Sustainable Development Goals SDGs, commit to pledges to contribute to achieving the SDGs and report their progress. അതായത് UN-ൻ്റെ ഒരു അജണ്ടയായിരുന്നു 2030 എത്തുമ്പോഴേക്കും ലോകം എമ്പാടുമുള്ള ആളുകളിലെ ഒരു സുസ്ഥിര വികസനത്തിലേക്ക് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്നുമുള്ള ഒരു ക്യാമ്പയിനാണ് ഈ പറയുന്ന Coops for 2030 എന്ന് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോവിങ്. ഫസ്റ്റ് വൺ, Bernadotte designed rainbow flag to ICA. Second one, flag first used by ICA in 7th July 1923 on the occasion of the first Cooperative Day at London. Third one, ICA adopted its original rainbow flag in 1925. Fourth one, the flag should hosted violet at top and red at bottom. Then option A, first and fourth only. Option B, second and third only. Option C, first one only. Option D, third only. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, Bernadotte designed rainbow flag to ICA. റെയിൻബോ ഫ്ലാഗ് ICAയ്ക്ക് സജസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന ബെർണാഡോട്ട്. ഡിസൈൻ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ചാൾസ് ഗൈഡ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കുമ്പോൾ, ഫ്ലാഗ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ICA ഇൻ 7th July 1923 ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ അറ്റ് ലണ്ടൻ. ആദ്യത്തെ കോപ്പറേറ്റീവ് ഡേയിൽ, അതായത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ 7th July 1923 ആദ്യമായിട്ട് ഫ്ലാഗ് യൂസ് ചെയ്തത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് വൺ വരുന്നത് ICA അഡോപ്റ്റഡ് ഇറ്റ്സ് ഒറിജിനൽ റെയിൻബോ ഫ്ലാഗ് ഇൻ 1925. ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ICA ആദ്യമായിട്ട് റെയിൻബോ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് 1925. ദ ഫ്ലാഗ് ഷുഡ് ഹോസ്റ്റഡ് വയലറ്റ് അറ്റ് ടോപ്പ് ആൻഡ് റെഡ് അറ്റ് ബോട്ടം. നേരെ തിരിഞ്ഞു പോയി റെഡ് അറ്റ് ടോപ്പും വയലറ്റ് അറ്റ് ബോട്ടവുമായിരുന്നു വരേണ്ടത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് 1ഉം 4ഉമാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ A 1 and 4 ഉള്ളി. ആൻസർ വരുന്നത് ഓപ്ഷൻ A 1 and 4 ഉള്ളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോവിങ്. തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻ എവറി ഇയർ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് നവംബർ ഈസ് സെലിബ്രേറ്റഡ് അറ്റ് കോപ്പറേറ്റീവ് ഡേ. Second one, the United Nations Organization UNO started celebrating Cooperative Day from 1996. Third one, in India, Cooperative Week celebration started from 1954. Fourth one, linking of credit with marketing is connected with the principle cooperation among cooperatives. Options നോക്കാം. Option A 1 and 4 only. Option B 1 and 3 only. Option C
1 and 2 only. Option D, none of these. Statements ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഇൻ എവറി ഇയർ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് നവംബർ ഈസ് സെലിബ്രേറ്റഡ് അറ്റ് കോപ്പറേറ്റീവ് ഡേ എന്നാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നവംബർ അല്ല, ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈയിലാണ് കോപ്പറേറ്റീവ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ വരുന്നത് ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO സ്റ്റാർട്ടഡ് സെലിബ്രേറ്റിംഗ് കോപ്പറേറ്റീവ് ഡേ ഫ്രം 1996. UNO സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 1995 മുതലാണ്. അപ്പം ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. മൂന്നാമത്തത് ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ടഡ് ഫ്രം 1954. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1954 മുതൽ തന്നെയാണ്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ഫോർത്ത് വൺ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് കണക്റ്റഡ് വിത്ത് ദ പ്രിൻസിപ്പിൾ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, തെറ്റായ പ്രസ്താവനകൾ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1ഉം 2ഉമാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് ആൻസർ വരേണ്ടത് 1 and 2 only. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ cooperative values and cooperative principles are same. Second one, cooperative principles have been formulated by ICA. Third one, the first Indian appointed as chairman of committee on reformation of cooperative principle is DG Kerafed. Options നോക്കാം. First one, statement A, B and C are true. Second one, statements A and B only true. Third one, statements B and C only true. Fourth one, statements D only ട്രൂ. നമുക്ക് നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ സെയിം. കോപ്പറേറ്റീവ് വാല്യൂ എന്ന് പറയുന്നതും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് ആസ്പെക്റ്റാണ്. കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഉള്ളിലുള്ള ആളുകൾ തമ്മിൽ ഉണ്ടാവേണ്ട പരസ്പര ധാരണയും സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാലിറ്റി, ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇനി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലനിന്ന് പോകുവാൻ നിർബന്ധമായും പാലിക്കേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് ആസ്പെക്റ്റാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ഫോർമുലേറ്റഡ് ബൈ ICA. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ICA ആണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് വൺ the first Indian appointed as chairman of committee on reformation of the cooperative principles is DG Kerafed. DG Kerafed തന്നെയാണ് ആദ്യത്തെ ചെയർമാൻ. അതായത് റീഫോർമേഷന് വേണ്ടി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് റീഫോം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ കമ്മിറ്റി ഹെഡ് ചെയ്തിരുന്ന വ്യക്തി DG Kerafed ആണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായതെന്നാണ്. അപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും ബിയും സിയുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബി ആൻഡ് സി ട്രൂ എന്നുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് ICA? ICAയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫെലോഷിപ്പ് പ്രോഗ്രാംസ്. സെക്കൻഡ് വൺ ടു ഗ്രാൻഡ് ലോൺസ് ഓർ അഡ്വാൻസസ് ടു മെമ്പേഴ്സ്. തേർഡ് വൺ കൺസൾട്ടൻസി സർവീസസ്. ഫോർത്ത് വൺ ടീച്ചേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്. ഓപ്ഷൻ എ only 1 and 2. ഓപ്ഷൻ ബി only 2 and 4. ഓപ്ഷൻ സി only 1, 3 and 4. ഓപ്ഷൻ ഡി all of the above. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ICAയുടെ മെയിൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്നാണ്. ഫെലോഷിപ്പ് പ്രോഗ്രാംസ് ICAയുടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പെടുന്ന കാര്യമാണ്. സെക്കൻഡ് വൺ ടു ഗ്രാൻഡ് ലോൺസ് ഓർ അഡ്വാൻസസ് ടു മെമ്പേഴ്സിന് ലോൺസും അഡ്വാൻസസും ICA പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് കൺസൾട്ടൻസി സർവീസസ് ആണ്. ICA കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ടീച്ചേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ആണ്. ICAയുടെ ആക്ടിവിറ്റീസിൽ പെടുന്നതാണ് ടീച്ചേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നുള്ളത്. അതുകൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളതെന്നാണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ സി only 1, 3 and 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വേർഡ് പ്രിൻസിപ്പിൾ ഡെറൈവ്ഡ് ഫ്രം വിച്ച് ലാംഗ്വേജ്? പ്രിൻസിപ്പിൾ എന്ന വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജർമ്മൻ, ഓപ്ഷൻ ബി ലാറ്റിൻ, ഓപ്ഷൻ സി ഇറ്റാലിയൻ, ഓപ്ഷൻ ഡി ഗ്രീക്ക്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലാറ്റിൻ ആണ്. The term principle derived from the Latin word principium
which means basis, has different meanings. The primary idea, a certain thesis, a rule of an organization. Principle എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള പ്രിൻസിപ്പിയം എന്ന വാക്കിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് വരുന്നത് ബേസിസ് എന്നാണ്. അതിന് ഇത് കൂടാതെ മറ്റു പല അർത്ഥങ്ങളും അതിന് വരുന്നുണ്ട്. ഒന്നാമത്തത് ദ പ്രൈമറി ഐഡിയ, എ സർട്ടൻ തെസിസ്, എ റൂൾ ഓഫ് ഓൺ ഓർഗനൈസേഷൻ. അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ബേസിസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. ആദ്യത്തെ റീഫോർമുലേറ്റഡ് ഐസിയുടെ പ്രിൻസിപ്പിൾ റീഫോർമുലേഷനുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതാണ് ഓഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്യാഷ് ട്രേഡിംഗ്, ഓപ്ഷൻ ബി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ഓപ്ഷൻ ഡി പാട്രണേജ് ഡിവിഡൻഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പാട്രണേജ് ഡിവിഡൻഡ് ആണ്. അതായത് ICAയുടെ റീഫോർമുലേഷൻ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റീഫോർമുലേഷനിൽ ICA നമ്മുടെ റോക്ക്ഡെയിൽ പനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുകയും നിലവിലുണ്ടായിരുന്ന 8 പ്രിൻസിപ്പിളിനെ രണ്ടായിട്ട് എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും ക്ലാസിഫൈ ചെയ്യുകയുണ്ടായി. ഈ പറയുന്ന ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ എന്ന കാറ്റഗറിക്ക് കീഴിലും ഈ പറയുന്ന പാട്രണേജ് ഡിവിഡൻഡ് എസെൻഷ്യൽ കാറ്റഗറിക്ക് കീഴിലും വരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പാട്രണേജ് ഡിവിഡൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് വാസ് ലോഞ്ച്ഡ് ബൈ ICA ടു ഷോക്കേസ് ദ ഇൻസ്പയറിംഗ് വർക്ക് ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് കോപ്പറേറ്റേഴ്സ് അറൌണ്ട് ദ വേൾഡ്. ഓപ്ഷൻ എ കൂപ്സ് വേൾഡ്, ഓപ്ഷൻ ബി കൂപ്സ്, ഓപ്ഷൻ സി സ്റ്റോറീസ്.coop, ഓപ്ഷൻ ഡി ബാക്ക് ടു കൂപ്പ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്റ്റോറീസ്.coop ആണ്. അതായത് ചോദിച്ചിരിക്കുന്നത് ICA ഇപ്പം നിലവിൽ നമ്മുടെ കോപ്പറേറ്റീവ്സിനെയും ഒന്നുകൂടി ഒന്ന് ഇൻസ്പയർ ചെയ്യുവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സ്റ്റോറീസ്.coop ആണ്. അതായത് 2012 ICAയും യുറിക്സും കൂടി സ്റ്റാർട്ട് ചെയ്ത സംരംഭമാണ് ഈ സ്റ്റോറീസ്.coop എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഓരോ സ്റ്റോറീസ് വെച്ചിട്ടാണ് അവരതിൽ പബ്ലിഷ് ചെയ്തിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻ എ സെൽഫ് ഹെൽപ്പ്, ഓപ്ഷൻ ബി സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ സി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ ഡി ഇക്വാലിറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാലിറ്റി ഈ പറയുന്ന മൂന്നും ICA പ്രസൻറ്റ് യൂസ് ചെയ്യുന്ന വാല്യൂസും ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ICA നേരത്തെ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തിരുന്ന വാല്യൂസിന് കീഴിൽ വരുന്നതുമാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ തീം ഓഫ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഫോർ ദ ഇയർ 2023. 2023 ICAയുടെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സിൻ്റെ തീം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സസ്റ്റൈനബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ്സ് എൻഷ്വർ നോ വൺ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് പാർട്ട്നേഴ്സ് ഫോർ ആക്സലറേറ്റഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കോപ്പറേറ്റീവ് പാർട്ട്നേഴ്സ് ഫോർ ആക്സലറേറ്റഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. ഇതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നോക്കാം. കോപ്പറേറ്റീവ് ഡേ. On July 1st, 2023, cooperatives all around the world celebrated the 101th International Day of Cooperatives, Spain. July 1st, 2023 101ാമത്തെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. 2023 കോപ്പറേറ്റീവ് ഡേയുടെ സ്ലോഗനാണ് കോപ്പറേറ്റീവ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 2023 ഇനി 101ാമത്തെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിരുന്നു. ഇനി 2024 വരുന്നത് 102ാമത്തെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആണെന്ന് കൂടി ഓർക്കുക. ഇനി കോപ്പറേറ്റീവ് വീക്കാണ് 2023 ബേസ് ചെയ്തിട്ടാണ്. 70ാമത്തെ കോപ്പറേറ്റീവ് വീക്കായിരുന്നു. തീം വരുന്നത് റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ മേക്കിംഗ് ഇന്ത്യ എ $5 ട്രില്യൺ എക്കോണമി ആൻഡ് SDGs എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോവിങ് ബേസ്ഡ് ഓൺ ULCCS. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ റിലേറ്റ് ചെയ്ത ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ UL കെയർ മടിത്തട്ടു, ഓപ്ഷൻ ബി UL കെയർ നയനാർ സദനം, ഓപ്ഷൻ സി സർഗശേഷി, ഓപ്ഷൻ ഡി സാവിദ്യ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സാവിദ്യ. ബാക്കിയെല്ലാം ULCCSുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സാവിദ്യ എന്ന് പറയുന്നത് വാംനി കോമിൻ്റെ ഒരു പബ്ലിക്കേഷനാണ്, ഒരു ഹിന്ദി മാഗസിനാണ്. ബാലൻസ് ULCCS എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 13 ഫെബ്രുവരി 1925 13 ഫെബ്രുവരി 1925. ആരാണ് ഫൗണ്ടർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് വാഗ്ഭടാനന്ദയാണ്. ഫൗണ്ടർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കോഴിക്കോട് വടകരയാണ്. 2015 UL കെയർ നയനാർ സദനം അവർ സ്റ്റാർട്ട് ചെയ്തു. റീഹാബിലിറ്റേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റലക്ച്വലി ചലഞ്ചഡ് ട്രെയിനബിൾ ഗ്രൂപ്പ് എബവ് ദ ഏജ് ഓഫ് 18. 18 വയസ്സിന് മുകളിലുള്ള ഇൻ്റലക്ച്വലി ചലഞ്ചഡ് ആയിട്ടുള്ള
കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പറയുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് UL കെയർ നയനാർ സദനം എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തത് 2015-ലാണ്. ഇനി 2018-ൽ UL കെയർ മടിത്തട്ട് സ്റ്റാർട്ട് ചെയ്തു. സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേ കെയർ സെൻ്ററാണ് 2018-ൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി സർഗശേഷി എന്ന് പറഞ്ഞൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ഹാൻഡിക്രാഫ്റ്റ് ഔട്ട്ലെറ്റ് ഫോർ വുമൺ വിത്ത് ഡൗൺ സിൻഡ്രം ഫേസ് ചെയ്യുന്ന വുമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അവരൊന്ന് എംപവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഹാൻഡിക്രാഫ്റ്റ് ഔട്ട്ലെറ്റ് ആണ് ഈ പറയുന്ന സർഗശേഷി എന്ന് പറയുന്നത്. ഇതോടുകൂടി ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.